1995 നവംബർ 9 ന്യൂഡൽഹി ജ്ഞാനദളം 282. ശൗചവും അശൗചവും. നിങ്ങൾക്ക് ദുഃഖമുള്ളപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ആത്മാവിൽ നിന്ന് അകലുന്നു. ഇതിന് അശൗചം എന്നാണ് പറയുക. നിങ്ങൾക്ക് ശുചിയില്ലാതായിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇന്ത്യയിൽ ആരെങ്കിലും മരിക്കുമ്പോൾ അടുത്ത ബന്ധുക്കൾ 10 ദിവസക്കാലം അശൗചത്തിലാണ് എന്ന് പറയുന്നു. അവർ വളരെ ദുഃഖിതരാണ് എന്നതുകൊണ്ടാണ് അത്. ആത്മാവിൽ നിന്ന് അകന്നതുകൊണ്ട് അവർക്ക് വിശുദ്ധിയില്ല. 10 ദിവസം ദുഃഖിക്കുകയും ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുകയും ജ്ഞാനത്തോടൊപ്പമാകുകയും ചെയ്യുമ്പോൾ അത്തരം സംഭവങ്ങളോട് ബന്ധപ്പെട്ട അശുദ്ധി അവർ പുറത്തേക്ക് കളയുന്നു എന്നാണ് വിശ്വാസം. സ്വയം ആത്മാവിലേക്ക് തങ്ങളെ വലിക്കുമ്പോൾ അവർ ശൗചത്തിലാകുന്നു. ഇത് ജീവിതത്തിൽ വീണ്ടും വീണ്ടും സംഭവിക്കും. നിങ്ങൾ അശൗചമാകും, പിന്നെയും ശൗചത്തിലേക്ക് തിരിച്ചു വരും. നിങ്ങളുടെ ഉള്ളിന്റെ ആഴങ്ങളിലേക്ക് പോകൂ. അപ്പോൾ ശരിയായ ശൗചം സംഭവിക്കുന്നു. ശൗചം ബുദ്ധിക്ക് തെളിച്ചവും മനസ്സിന് ഉന്മേഷവും അവബോധത്തിന് കേന്ദ്രീകരണവും ഇന്ദ്രിയ നിയന്ത്രണവും നൽകി ഒരു വ്യക്തിക്ക് ആത്മസാക്ഷാത്കാരത്തിനുള്ള യോഗ്യതയുണ്ടാക്കും. നിങ്ങളുടെ സ്വന്തം ഇന്ദ്രിയങ്ങളുടെ ശീലങ്ങൾ കൊണ്ടുണ്ടാകുന്ന വാസനകളിൽ താല്പര്യമില്ലാതിരിക്കുന്നതാണ് ശൗചം. ശരിയാണ്, ഇതാ വീണ്ടും ആ പഴയ ശീലം ഉയർന്നു വരുന്നു. ആവശ്യത്തിലധികം ഞാനിത് അനുഭവിച്ചു കഴിഞ്ഞു, മതി. എന്നിട്ടും ശരീരം ഇതിനു വേണ്ടി ആസക്തമാകുന്നു എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുന്നു. ഒരു നിമിഷത്തേക്ക് സ്വന്തം ശരീരത്തിലും ഇന്ദ്രിയ സുഖങ്ങളിലും താല്പര്യക്കുറവ് അല്ലെങ്കിൽ രുചിക്കുറവ് തോന്നുമ്പോൾ സാഹചര്യം മാറുന്നത് നിങ്ങൾക്ക് കാണാം. എന്തുകൊണ്ടാണ് ആളുകൾ പരസ്പരം വളരെയേറെ സ്നേഹിക്കുകയും അടുക്കുകയും ചെയ്തതിനു ശേഷം വഴക്കുകൂടുന്നത്? അത് അശൗചം സംഭവിച്ചതുകൊണ്ടാണ്. ഇന്ദ്രിയ വാസനകളോട് നിങ്ങൾക്ക് രുചിക്കുറവ് തോന്നിയില്ലെങ്കിൽ ഇന്ദ്രിയ വസ്തുവിനോടുള്ള താല്പര്യക്കുറവ് എന്തായാലും വരും. നിങ്ങൾ ഒന്നുകിൽ ആ വ്യക്തിയെയോ വസ്തുവിനെയോ കുറ്റപ്പെടുത്തും. ആരെങ്കിലും വേറെയാണ് എന്ന് വിചാരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അയാളോട് ആകർഷണവും ആസക്തിയും തോന്നുകയുള്ളൂ. അവർ നിങ്ങളുടെ ഭാഗമാണ് എന്ന് വിചാരിക്കുമ്പോൾ ആകർഷണം ഇല്ലാതെയാകുന്നു. അതുകൊണ്ടാണ് ഭർത്താവോ ഭാര്യയോ വേറെ ആരോടെങ്കിലും ആകൃഷ്ടരാകുന്നത്. കാരണം പങ്കാളി അവരുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ആത്മാവിന്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുമ്പോൾ ആസക്തിയില്ലാതെ നിങ്ങൾ ഈ മുഴുവൻ ലോകത്തെയും ആസ്വദിക്കും. അശൗചം സംഭവിച്ചാൽ വേഗം തന്നെ ശൗചത്തിലേക്ക് തിരിച്ചു വരൂ. ഏതെങ്കിലും ഭൗതിക സംഭവത്തിൽ നിങ്ങൾ മുങ്ങിപ്പോയെങ്കിൽ നിങ്ങൾ അശൗചത്തിലാണെന്നും അതുകൊണ്ടാണ് നിങ്ങൾ ദുഃഖിക്കുന്നതെന്നും ഓർമ്മിക്കൂ. എന്നിട്ട് ശൗചത്തിലേക്ക് തിരിച്ചു വരൂ. നിങ്ങളുടെ അനുഷ്ഠാനങ്ങളും സുദർശന ക്രിയയും സേവയും സത്സംഗവും നിങ്ങളെ അതിന് സഹായിക്കും. ജയ് ഗുരുദേവ്.